വർഷങ്ങൾക്ക് മുൻപ് വരെ അവൻ ഗ്രാമത്തിലൊരു പലിശക്കാരന്റെ വീട്ടിൽ ജോലിക്കാരനായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പലിശക്കാരൻ നഗരത്തിലേക്ക് പോയി. ഇപ്പോൾ അതുകൊണ്ട് രാംചരൺ കൂലി ജോലിക്ക് പോകാൻ തുടങ്ങി. എന്താ രാംചരൺ, നീ താമസിക്കുന്നത് കുടിലാണെങ്കിലും സംസാരം കേട്ടാ പലിശയ്ക്ക് കൊടുക്കുന്ന പോലെയാ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് കുറച്ച് പണം കുറവാണെങ്കിലും എന്റെ മനസ്സ് നല്ലതാ. മനസ്സുകൊണ്ട് ഞാൻ സേട്ടുകൾക്കെല്ലാം സേട്ടാണ്, മനസ്സിലായോ? ഇത് കേട്ട അമൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഭ്രാന്ത് തന്നെയാ. ഒരുപാട് നാള് പലിശക്കാരുടെ കൂടെ ആയിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും അവരെ പോലെ നീയും സംസാരിക്കുന്നേ. പക്ഷേ എന്താ, നീ ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും നിന്റെ താമസം കുടിലിൽ തന്നെ ആയിരിക്കും. നിനക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യതയില്ല. ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങൾ കണ്ടോ, ഒരു ദിവസം ആ പലിശക്കാരന്റെ വീടുണ്ടല്ലോ, അത് ഞാൻ വാങ്ങിക്കും. പിന്നെ നിന്നെ പോലുള്ളവരെ ഞാൻ വേലക്കാരനും ആക്കും. രാംചരൺ ഇങ്ങനെ സംസാരിക്കുന്നത് അവന് ഒരു തമാശയായി തോന്നി. അതുകൊണ്ട് അമൻ വീണ്ടും അവനെ നോക്കി ചിരിച്ചു. കുറച്ചു ദിവസം കടന്നുപോയപ്പോൾ ആ പലിശക്കാരൻ രാംചരനെ കാണാനെത്തി. ഇങ്ങോട്ട് നോക്കൂ രാംചരൺ, നീ ഒരുപാട് വർഷമായിട്ട് എന്റെ വീട്ടിൽ ജോലി ചെയ്യല്ലായിരുന്നോ? എന്നിട്ട് നീ കുടിലല്ലേ താമസിക്കുന്നത്? ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് മുതലാളി? എന്റെ വീട്ടിൽ ആൾ താമസം ഒന്നും ഇല്ലല്ലോ. നീ അവിടെ വന്ന് താമസിക്ക്. നീ അവിടെ വന്ന് താമസിക്കുവാണെങ്കിൽ ആ വീടും വൃത്തിയായി കിടക്കുമല്ലോ. ശരി മുതലാളി, എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ. ആ ദിവസത്തിനു ശേഷം രാംചരൺ തന്റെ ഫാമിലിയോടൊപ്പം പലിശക്കാരന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നു. പിന്നീട് ഒരു ദിവസം, ഇവിടെ നോക്കൂ, നിങ്ങളുടെ മുതലാളിയെ പോലെ ഒരു മടിയനെ ഞാൻ കണ്ടിട്ടേയില്ല. എന്തുപറ്റി? എപ്പോ നോക്കിയാലും അദ്ദേഹത്തെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവാണോ? മതി, നിർത്തൂ. എനിക്ക് അദ്ദേഹത്തിന്റെ കുറ്റം പറയേണ്ട കാര്യമില്ല. ഞാൻ പറയാൻ വന്നത് വേറെയാണ്. അങ്ങനെയാണോ? വേറെ എന്തോ പറയാൻ വന്നാണോ? എന്താണെന്ന് പറയൂ. രാംചരൺ അവളോട് ചോദിച്ചതും അവൾ മരത്തിൽ ചെയ്ത ഒരു പഴയ ബീറോയെ അദ്ദേഹത്തിന് കാണിച്ചു. അതിന്റെ കതക് തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ചിലന്തി വല കെട്ടിയിരുന്നു. ഇത് കണ്ടോ? ഇപ്പോൾ മനസ്സിലായോ നിങ്ങളുടെ മുതലാളിയുടെ മടി? വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. പക്ഷെ ഈ ഉടഞ്ഞുപോയ ബീറോ മാത്രം അദ്ദേഹത്തിന് തൂക്കി കളയാൻ പറ്റിയില്ല. അല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ സേട്ടുമാർക്കൊക്കെ ഇതുപോലെ പൊട്ടിയ അലമാരിയൊന്നും കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവുമില്ല. ആ കാര്യമൊന്നും നിനക്കറിയില്ലേ? നിങ്ങളും നിങ്ങളുടെ മകളും ചേർന്ന് ഈ ബീറോ എടുത്ത് പുറത്തേക്ക് കളയൂ. ഇത് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അപ്പോഴാണ് അവിടേക്ക് അവരുടെ മകൾ സ്വപ്ന വന്നത്. എന്നിട്ട് ആ മരപ്പെട്ടി കണ്ടിട്ട് അവൾ പറഞ്ഞു, അമ്മേ, ഇത് സേറ്റിന്റെ പാരമ്പര്യമായ ബീറോയാണ്. ഇത് എന്തിനാ പുറത്തേക്ക് കളയേണ്ടത്? ഇത് വൃത്തി ചെയ്ത് നമുക്ക് സാധനങ്ങൾ വെക്കാൻ ഉപയോഗിക്കാം. അവൾ പറഞ്ഞ ആ കാര്യം രാംചരനും പിന്നെ രാധികയ്ക്കും ഒരുപാട് ഇഷ്ടമായി. എന്നിട്ട് അവർ അതിനെ വൃത്തിയാക്കി. എന്നിട്ട് അതിന് പെയിന്റും ചെയ്തു. അതുകൊണ്ട് ആ ബീറോ കാണാൻ പുതിയതുപോലെയായി. കണ്ടോ, ഈ ബീറോ കാണാൻ എന്തു ഭംഗിയാണെന്ന്. ഇത് ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ വെക്കാൻ ഉപയോഗിക്കാം. ഡോറും അടയ്ക്കാം. ശരി 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 ഇതാ, ഇതിൽ ഈ കപ്പും പ്ലേറ്റും വെക്ക്. പക്ഷേ സ്വപ്ന ആ ബീറോയിൽ കപ്പും പ്ലേറ്റും വയ്ക്കാൻ പോയപ്പോൾ അത് സംസാരിക്കാൻ തുടങ്ങി. അടി മണ്ടി, നീ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ നിന്റെ അലമാരയൊന്നുമല്ല, ഞാനൊരു ലോക്കർ. ഇതിൽ വയ്ക്കുന്നെങ്കിൽ പണമോ കാശോ വെക്ക്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോ. പക്ഷെ സാധനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നീ എന്താ ഒരു മരമണ്ടനാണല്ലോ? ഇതുപോലും നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് വെച്ചാൽ എനിക്കത് വളരെ ഇൻസൾട്ടാണ്. ഇൻസൾട്ടോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? അപമാനമെന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇതിൽ ഞാൻ എന്റെ സ്വർണവും പണവും വെക്കാം. എങ്കിൽ നീ സന്തോഷമായിരിക്കുമല്ലോ? തീർച്ചയായും ഭലേ ഭലേന്ന് ഡാൻസ് കളിക്കും. രാധിക അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശും പണമും അവൾ എല്ലാം തന്നെ ആ ബീറോയിലേക്ക് വെച്ച് ബീറോയുടെ കതക് മൂടി. എന്നിട്ട് അടുത്ത ദിവസം ആ ബീറോയുടെ കതക് തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരുപാട് ആശ്ചര്യത്തിലായി പോയി. ചേട്ടാ, ഇവിടെ നോക്കൂ, യഥാർത്ഥത്തിൽ തന്നെ ഭലേന്നായി. ഒരു സ്വർണ്ണമോതിരം 100 സ്വർണ്ണമോതിരമായി മാറി. 1000 രൂപ വെച്ചപ്പോൾ 1,00,000 രൂപയായി മാറി. രാംചരൺ വന്ന് നോക്കിയപ്പോൾ അവനും ആശ്ചര്യത്തിലായി പോയി. പിന്നെ അവർക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. നമുക്ക് ലോട്ടറി അടിച്ചല്ലോ. ഇത് വെറുമൊരു അലമാരയല്ല, ഖജനാവാണ്. ഇനി അങ്ങോട്ട് ഞാൻ രാംചരൺ സേട്ടായിരിക്കും. നീ സേട്ടിന്റെ ഭാര്യ, മനസ്സിലായോ നിനക്ക്? ഇതുപോലെ രാംചരൺ പണമും കാശും ആ ബീറോയിൽ വീണ്ടും വീണ്ടും വെച്ച് അതിനെ 100 മടങ്ങ് അധികമാക്കി. എന്നിട്ട് ഗ്രാമത്തിൽ അവൻ യഥാർത്ഥത്തിൽ ഒരു പണക്കാര സേട്ടായി മാറി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ കയ്യില് ഒരുപാട് കാശുണ്ട്. നമുക്ക് ആ സേട്ടിന്റെ കയ്യിൽ നിന്ന് ഈ വീടങ്ങ് വിലക്ക് വാങ്ങിച്ചാലോ? തീർച്ചയായും വാങ്ങൂ. നിങ്ങൾ സേട്ടിനൊക്കെ സേട്ടായി മാറി. ഇപ്പോഴേ നിങ്ങൾ ധനികനാണെന്ന് കാട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കാണിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഈ ഭാഗ്യത്തെ പറ്റി സേട്ടിനോട് ഒരിക്കലും പറയാൻ പാടില്ല.
ഭാര്യയുടെ കയ്യിൽ നിന്നും അനുമതി വാങ്ങിയതിനു ശേഷം രാംചരൺ ആ വീട് വാങ്ങിക്കാനായി ആ പലിശക്കാരന്റെ വീട്ടിലേക്ക് പോയി. എന്ത്, നിനക്കെന്റെ വീട് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെന്നോ? നിന്റെ കയ്യിൽ അതിന് മാത്രമൊക്കെ കാശുണ്ടോ? സേഠ്ജി, ഞാൻ നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്തതല്ലേ, അത് മറക്കരുത്. അങ്ങയുടെ കാര്യം പറയുന്നു, പക്ഷെ ഞാൻ അങ്ങയുടെ വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു. രാംചരൺ പറഞ്ഞത് കേട്ടതും ആ സേട്ടിന് ഒരുപാട് അതിശയം തോന്നി. എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ എന്താ നോട്ടടിക്കുന്ന ഫാക്ടറി വല്ല ഉണ്ടോ എന്ന് കരുതിക്കോളൂ മുതലാളി. വിൽക്കുന്നുണ്ടെങ്കിൽ പറയേ, ഞാൻ രൊക്കം കാശ് തന്നോളാം. ഒരു കാര്യം ചെയ്യ്, ആദ്യം നീ കാശെടുത്ത് വെക്ക്. അങ്ങനെയാണെങ്കിൽ എന്റെ വീടും സ്ഥലവും ഒക്കെ നിനക്ക് സ്വന്തമായി. രാംചരന്റെ കയ്യിൽ നോട്ട് കെട്ടുകെട്ടായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പലിശക്കാരന് ഒരു കെട്ട് പണം കൊടുത്ത് അദ്ദേഹത്തിന്റെ വീട് പിന്നെ നിലം എല്ലാം തന്റെ പേരിലേക്ക് വാങ്ങി. ലോക്കറെ, നിന്റെ കരുണ കാരണം ഈ ഗ്രാമത്തിൽ ഏറ്റവും വലിയ പണക്കാരനായി ഞാൻ. നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ. രാംചരൺ, നീ എന്തൊരാളാണ്! നീ മടയന്മാർക്കൊക്കെ മടയന്മാരായിരിക്കുന്നു. നിനക്കൊട്ടും തന്നെ ബുദ്ധിയില്ലേ? നിനക്ക് ഇതുപോലും അറിഞ്ഞുകൂടെ? കൊടുക്കുന്നവർ വാങ്ങിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കില്ല മടയാ. നീ എത്ര വേണമെങ്കിലും വാങ്ങിക്കോ, പക്ഷെ അഹങ്കാരം കാണിക്കല്ലേ. പിന്നെ പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്. അത് ഞാൻ തീർച്ചയായും ചെയ്യാം. അത് നീ ചെയ്തില്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആകും. ജാഗ്രത, മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് കേട്ടിട്ട് രാംചരൺ വായടച്ചുപോയി. കേൾക്ക് കേൾക്ക്, എന്താണ് ചോദിക്കേണ്ടേ? ഇത് തന്നെയാണ്. നീ സംസാരിക്കുന്നുണ്ടല്ലോ. ആവശ്യമില്ലാതെ സംസാരിക്കല്ലേടാ. ഒരുപാട് സംസാരിക്കുന്നത് ഞാൻ വർഷങ്ങൾക്ക് മുൻപേ നിർത്തി. പിന്നെ പതുക്കെ പതുക്കെ ഈ ബീറോയെ കുറിച്ച് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. എടോ രാംചരൺ, നീ ഒരു കള്ളനാണെന്ന് തെളിയിച്ചിരിക്കുക. പരമ്പരാഗതമായി എന്റെ കയ്യിലുള്ള അലമാര കൊണ്ടല്ലേ നീ ഇത്രയും കാശുകാരനായി മാറിയത്. നിങ്ങൾക്കത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. പക്ഷെ ഓർത്തോ, ഞാനിപ്പോ നിങ്ങളെപ്പോലെ കാശുകാരനാണ്. നിങ്ങളെക്കാളും വലിയ പണക്കാരൻ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എന്റെ അലമാര കൊണ്ടുപോവുകയാണ്. ശരി, കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം മറക്കണ്ട, അതിന് അത്ഭുത ശക്തി ഉള്ളതാണ്. ലാഭം മോഹിച്ച് നഷ്ടം വരുത്തി വയ്ക്കരുത്. സേട്ട് ആ ബീറോ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. തന്റെ കാശ്, പണം, സ്വർണം എല്ലാം അതിൽ വെച്ച് ഒരുപാടാക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സേട്ടിന് ഒന്നും കിട്ടിയില്ല. എന്തെന്നാൽ ആ ബീറോ അവന്റെ സ്വർണം, കാശ്, പണം എല്ലാം ഒരുപാടാക്കുന്നതിനു പകരം എല്ലാറ്റിനെയും കരികഷ്ണമാക്കി മാറ്റി. അങ്ങനെ അത്യാഗ്രഹിയായ പലിശക്കാരൻ തലയിൽ കൈയും വെച്ചിരുന്നു.